ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് പോകുന്നത് പാലക്കാട് മുതലമടക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെച്ചിപ്പാറ കുന്നിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ ഏടെ നോക്കിക്കഴിഞ്ഞാലും മാവാട്ടാ. പിന്നെ ഇപ്പം മാങ്ങയുള്ള സീസണാണ്, അതുകൊണ്ടാണ് ഈ മുതലമടയെ മാംഗോ സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് ഇവിടുന്ന് മാങ്ങ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരിവിടെ ചോദിച്ചേരം പറഞ്ഞത്. അപ്പോൾ ഇവിടെയെല്ലാം വലിയ തോട്ടാണ് കേട്ടാ, കാണുന്നില്ലേ? ഇവിടെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട്, നമുക്ക് അപ്പുറം കിടക്കാനാവില്ല. ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചേരോ, ഈ ഒരു കുന്നിന് മേച്ചിപ്പാറ കുന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ മേച്ചിപ്പാറ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു അയ്യപ്പൻ ക്ഷേത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷേത്രവും ആടെയുള്ള കാഴ്ച, അതിൻ്റെ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള കാഴ്ച ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വരാണ്ട് തന്നെ നമുക്ക് ഉള്ളിലൂട്ട് വന്നിട്ട് പോകാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെയുള്ള ഒരു മാംഗോ സിറ്റിയൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വഴി വരുന്നത് കേട്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇത് ട്രെയിൻ പോകുന്ന സ്ഥലമാട്ടാ. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളങ്ങനെ നടന്ന് വരുമ്പില്ലേ ഒരു കാഴ്ച കണ്ടു. ഈ ഒരു മരം കണ്ട, ഈ മരത്തിൻ്റെ അടുക്ക ഇവർ പൂജിക്കുന്ന സ്ഥലമാട്ടാ. കണ്ട, ഇവിടെ ഒരു വിളക്കെല്ലാം കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പിന്നെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉൾനാട പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ അങ്ങണ്ട വലിയ കോറയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയാട്ടാ, അടിപൊളി സ്ഥലമാണ് കണ്ടാ. ഇപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മെച്ചിപ്പാറ മല അയ്യപ്പൻ ക്ഷേത്രം എന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടാ. അപ്പോൾ ഗൈസ്, പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിമ്പന ഏടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയും കേട്ടാ. അപ്പം നേർക്ക് നോക്കിയില്ലെങ്കിൽ ചളിയിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏടെ നോക്കിക്കഴിഞ്ഞാലും ഈ മാങ്ങ കൃഷി തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കേട്ടാ. അങ്ങനെ വരുന്നെടുക്കുന്നെല്ലാം ഇത് തന്നെയാണ് സംഭവം. അതുകൊണ്ടായിരിക്കാം ഇവിടെ മാംഗോ സിറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് മുഴുവനും കൃഷി നടത്തുന്ന സ്ഥലമാണ്. അവിടെ പൂട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് ഉള്ളിൽ കയറിയിട്ടൊന്ന് കാണിച്ചു തരുവാണ്. കണ്ടോ, ഇത് മുഴുവനും കൃഷി നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നടന്ന് വരുമ്പം തന്നെ മെച്ചിപ്പാറ കുന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടാ. വലിയ കുന്നൊന്നും അല്ല എന്നാണ് തോന്നുന്നത്, പരന്ന് കിടക്കലാണ് കേട്ടാ. ശരിക്കും ഞാൻ ഈ പാലക്കാട് വന്നിട്ട് കൂടുതലായിട്ട് ഞാൻ ഓട്ടോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇതേപോലെ ഇങ്ങനെ നടക്കലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ എന്താ പറയുക, ഉൾനാടൻ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ ബൈക്കിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നടന്നിട്ട് കാണുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ കിട്ടൂല. ഗൈസ്, അങ്ങ് കണ്ടോ, വലിയ മലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മലക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരുന്ന നല്ല കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനാവില്ല. കാരണം ഒരു ഇതിൻ്റെ മുകളിലൊന്നും അങ്ങനെ മരമൊന്നും കാണുന്നില്ല.
അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലെങ്കിൽ വെക്കാമെന്ന് വെക്കാം. വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ ഇങ്ങേ ഭാഗത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ടുള്ള ഒരു തോടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് മയിലിനെ കാണാൻ കഴിയും കേട്ടോ. ഇത് മെച്ചിപ്പാറ കുന്നിൻ്റെ മുകളിലുള്ള മയിലാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ മെച്ചിപ്പാറ കുന്നിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിന് സ്റ്റെപ്പൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനും പാറയാണ്. അപ്പോൾ ഇത് ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയില്ല. സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കയറിയിട്ട് ആ വഴി പോകാം. അപ്പോൾ എന്തായാലും മുകളിലേക്ക് കയറി നോക്കാം. പിന്നെ അങ്ങ് കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ആ മലനിര നോക്കിയാൽ അങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ കോടയുണ്ട് കേട്ടോ, ചെറുങ്ങനെ കോടയായിട്ട് ആ മലേൻ്റെ മുകളിൽ ഭയങ്കര രസമാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മെച്ചിപ്പാറ കുന്നിൻ്റെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ബാക്ക് കാണുന്നതാണ് അയ്യപ്പൻ ക്ഷേത്രം. അപ്പോൾ നമ്മൾ പല്ലാവൂർ വാമല ക്ഷേത്രത്തിൽ പോയ അത്രയും കുന്നൊന്നും ഇടിയില്ല കേട്ടോ, അങ്ങനെ ഹൈറ്റും ഇല്ല. ഇതൊരു പരന്ന പ്രദേശമാണ്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വഴിയൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും ക്ഷേത്രം കണ്ടതുകൊണ്ട് നമ്മൾ ഈ വഴി നടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പകുതി ഭാഗത്ത് എത്തുമ്പോഴുള്ള കാഴ്ചയാട്ടെ ഈ കാണുന്നത്. നല്ല വേലായത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലിയർ കിട്ടുമെന്നറിയില്ല. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ആ റെയിൽവേൻ്റെ ആ ബ്രിഡ്ജില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം കൂടി നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടന്ന് വരുമ്പോഴുള്ള ആ കാഴ്ച ഉണ്ടാവും, ഒരു രക്ഷയില്ല കേട്ടാ. ഈ കാണുന്നത് നെല്ലിയാമ്പതി മലനിരയാണ് കേട്ടാ. നെല്ലിയാമ്പതി മലയാണ് ഈ നമ്മളെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ളത് നെല്ലിയാമ്പതി മലനിരയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കോട മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. കാരണം നമ്മളെ ഈ ഒരു മൊബൈലിൽ നമുക്ക് ആ ഒരു ശരിക്കുള്ള ആ ഇത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ച് തരാൻ കഴിയില്ല. ഇവിടെ വന്നിട്ട് തന്നെ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റണം. അത്രക്ക് മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു കുന്നിൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. പാറയുടെ മുകളിൽ ആരൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുന്നംപിടാരി മലയിൽ പോയിട്ടുണ്ട്, പാലക്കാട് ജില്ലയിലുള്ള. അപ്പോൾ ആ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തെങ്ങാണ് മുഴുവനായിട്ടും കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുഴുവനായിട്ട് തെങ്ങാണ് ഫുള്ളായിട്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിരിക്കട്ടാ. അപ്പോൾ എത്തുമ്പോൾ ഇതേപോലെ കള്ളിച്ചെടി കാണാൻ കഴിയുന്നുണ്ട്. കണ്ടാ, ഇവിടെയുണ്ട് ഒരുപാട്. കാണുന്നില്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട് കേട്ടോ തുറക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു ക്ഷേത്രം തുറക്കുന്നത് രാവിലെ 6:30 ടു
രാവിലെ 8:30 അടക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം 5 to 7 മണി വരെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മെച്ചിപ്പാറ മല അയ്യപ്പൻ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു 5 വർഷം ആയല്ലോ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം സർപ്പക്കാവായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു തറ കാണുന്നത് നാഗത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ മെച്ചിപ്പാറ മലയിൽ നിന്ന് ഇറങ്ങലാണ്, നല്ല വേലാന്ന് ഇടാം. അപ്പോൾ നിങ്ങൾ രാവിലെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം വരുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിട്ടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.